പറഞ്ഞല്ലോ ഇപ്പൊ വല്ലാതെ വ്യാപിച്ചിട്ടുള്ളൊരു പണി ബേക്കൽ ഉസ്താദ് എങ്കാലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ശക്തമായി വിമർശിക്കുമായിരുന്നല്ലോ. അവിടുന്ന് പറയുമ്പോഴേക്ക് ജനങ്ങൾ പേടിച്ചു പോയല്ലോ. ഇന്ന് എത്ര ബാള് പറഞ്ഞാലും പേടി വരുന്നില്ല. അതെന്താണ്? കുട്ടികളെ കൊണ്ട് ഖുർആൻ ഓദിപ്പിക്കുകയാണ്. ഓദിപ്പിക്കണ്ടെന്നല്ല പറഞ്ഞത്, ആ ഓദിപ്പിക്കുന്നത് വീഡിയോ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നിന്റെ കുട്ടി തെറ്റില്ലാതെ ഖുർആൻ ഓതുന്നത് നീ വീഡിയോ നോക്കാൻ റെക്കോർഡ് ചെയ്തോ പ്രയാസമില്ല. അതേ സമയത്ത് അതങ്ങെടുത്തിട്ട് നാലാള് കാണട്ടെ എന്ന് കരുതിയിട്ട് ചെറിയ പിഞ്ചു കുഞ്ഞ് നിന്റെ കുഞ്ഞുമോൻ നിന്റെ കുഞ്ഞുമോള് ഖുർആൻ ഓതുന്ന വീഡിയോ അങ്ങെടുത്ത് നിന്റെ സ്റ്റേറ്റസിലിട്ട് നാലാളതങ്ങ് കാണുമ്പോ ഇവിടത്തെ ഇൻഷാ അല്ലാഹ് മാറിപ്പോടി കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിസ്കാരം ശീലിച്ചു വന്നാൽ പിന്നെ ആ കുട്ടി അത് ഒഴിവാക്കൂല, അത് പതിവാക്കി വരുന്നു. അല്ലാഹ് ഉദ്ദേശിച്ചാലും എന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോ പടച്ചറപ്പ് ഉദ്ദേശിച്ചാലാന്നാ പറഞ്ഞത്. എന്നാല് കണ്ണേറ് ബാധിച്ചിട്ട് ഈ കുട്ടി അങ്ങ് തളർന്നു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇക്കുട്ടിയങ്ങ് കണ്ണേറ് ബാധിച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു കോമൺ സെൻസ് പോലും അതേ ഇല്ലല്ലോ. ഉമ്മാന്റെ മനസ്സിലില്ലാതെയായി പോയല്ലോ, പാപ്പാന്റെ മനസ്സിലില്ലാതെയായി പോയല്ലോ. ഒരിക്കലും നിങ്ങളുടെ ചെറിയ മക്കൾ ഖുർആൻ ഓതുന്നത് വീഡിയോ നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ എത്ര കണ്ടു വേണമെങ്കിലും സന്തോഷിച്ചോളൂ. അത് സ്റ്റേറ്റസിൽ എടുത്ത് നാലാള് കാണാൻ അവസരമുണ്ടാക്കിയാൽ ചിലപ്പോൾ അവരുടെ കണ്ണേറ് നിങ്ങളെ കുട്ടിക്ക് കൊണ്ടാൽ പിന്നീട് പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്കോ തങ്ങന്മാരുടെ അരികിലേക്കോ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്റെ മോന് ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നു, ഇപ്പൊ പഠിച്ചത് തലയിൽ കയറൂല, കയറിയാൽ തന്നെ ഓർമ്മയിൽ നിൽക്കൂല. എന്താണ് സംഭവിച്ചത്? കണ്ണേറ് പറ്റിയതാണ്. അൽ ഐനു ഹഖൂൻ, കണ്ണേരെന്നത് സത്യമാണെന്ന് പറയുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. കൊന്നാര തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു തങ്ങളുപ്പാപ്പാന്റെ മഖ്ബറുണ്ട് കോഴിക്കോട് ജില്ലയിൽ. താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട മഹാനാണ്. ആ മഹാൻ വലിയ മഹാനാണെങ്കിലും ഓരോ നാട്ടിലുള്ള ഒരു മനുഷ്യൻ വരുമ്പോ ഈ തങ്ങളുപ്പാപ്പ ഉള്ളു കൂടും. എന്താ കാരണം? ഓന്റെ കണ്ണ് ഭയങ്കര കണ്ണാണ്, കണ്ണേറ് കൊള്ളൂ എന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർമ്മണ്ട്, പഠിക്കണ സമയത്ത് ഇങ്ങോട്ട് നോക്കി പഠിക്കണ സമയത്ത് പൊസോട് തങ്ങളുപ്പാപ്പാന്റെ അരികിലേക്ക് എന്നെ ഒരാൾ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി നന്നായി പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു. പൊസോട് തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഇപ്പൊ പ്രസംഗിക്കണ്ട, പഠിച്ചു കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മതി. ഇപ്പൊ പ്രസംഗിച്ചാ പിന്നെ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ, പിന്നെ പ്രസംഗിക്കാൻ പറ്റൂല അല്ലെ? നമ്മളെ ഉമ്മമാർക്ക് എന്തുകൊണ്ട് വിവരമില്ലാതായി പോയി എന്നാ ചിന്തിക്കണേ. എല്ലാ വിവരമുണ്ട്, ഈ വിവരമില്ല. ഒരു നല്ല ഫോട്ടോ കുട്ടിന്റെ ഒരു പെരുന്നാളിന്റെ ഈദ് പിക്ക് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അതിനെല്ലാം മേക്കപ്പ് എല്ലാം ആക്കിച്ചിട്ട് മേക്കപ്പ് കുട്ടിന്റെ മുഖത്ത് കൊന്നാക്കണ്ട, ഇപ്പൊ മൊബൈലിൽ തന്നെ മേക്കപ്പ് ആക്കാൻ കഴിയുമല്ലോ. അപ്പോ ഓൻ പറഞ്ഞു വിവിടാക്കാന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ഫോട്ടോ എടുത്തിട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാന്ന്. അപ്പുറത്തേക്ക് മാറ്റിയാൽ അപ്പുറത്തേക്ക് വീണ്ടും മാറ്റിയാൽ അപ്പുറത്തേക്ക് വീണ്ടും മാറ്റിയാൽ എന്നിട്ട് അതങ്ങ് എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തു വെക്ക. പിന്നെ പറയാ, ഉസ്താദ് കിട അവിടെ മോത്തുൽ അലക്ക കടിക്ക, ഉസ്താദ് കയ്യിലെല്ലാം കടിക്ക, പുണ്ണു ചറങ്കി എല്ലാം ആയിട് എല്ലാം ആവും. എന്താ കാരണം? കണ്ണേറ് കൊള്ളും. അതുകൊണ്ട് കോമൺ സെൻസ് ഉപയോഗിക്കണം ഉമ്മമാർ, വിവേകം ഉപയോഗിക്കണം. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ർസുഖ്നാ മീതത്തസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മരണം റബ്ബിനോട് ചോദിച്ചു വാങ്ങണോ. മുൻഗാമികൾ വഫാത്തായതുപോലെ